നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മഴയും ചൂടും ഒരുമിച്ച് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വലയ്ക്കുകയാണ് എന്നുള്ളതാണ്. ചില ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ പല ജില്ലകളിലും അൾട്രാവയലറ്റ് രശ്മികളുടെ അടക്കം ഭീഷണി നിലനിൽക്കുന്നതായും സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പും തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നു മുതൽ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരക്കെ നാശനഷ്ടം സംഭവിച്ചിരുന്നു. മലയോര മേഖലകളിലെല്ലാം തന്നെ ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തിരിക്കുന്നത്. പോസ്റ്റുകൾ ഒടിഞ്ഞ് മണിക്കൂറോളം വൈദ്യുതി നിലച്ചിരുന്നു. പലയിടങ്ങളിലും വൈദ്യുതി ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. മരം കടപുഴകി പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായി. 10 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. കിഴക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സംയോജനം മൂലമാണ് ഇന്ന് നാളെയെല്ലാം തന്നെ എല്ലാ ജില്ലകളിലും ശക്തമായ ഇടിയും മിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തുടക്കത്തിൽ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ചു തുടങ്ങി. തുടർന്ന് ഇടനാട് തീരദേശങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്തൊക്കെ അതിശക്തമായ മഴയായിരുന്നു സംഭവിച്ചിരുന്നത്. അതിനിടെ കനത്ത മഴയ്ക്കിടെ മരങ്ങാട്ട് പള്ളിക്ക് സമീപം വണ്ടൂരിൽ സഹോദരങ്ങൾക്ക് ഇടിമിന്നലേൽക്കുന്ന സാധ്യതയും ഉണ്ടായിരുന്നു. ആൻമരിയ ആൻഡ്രോസ്, അതായത് 22, 17 വയസ്സ് മാത്രമുള്ള സഹോദരങ്ങൾക്കാണ് ഇന്നലെ ഇടിമിന്നലേറ്റ് പരിക്കേറ്റത്. ഉടനെ തന്നെ ഇവരെ ചെർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 7 മണിയോടെ വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നൽ വീട്ടിൽ വെച്ചാണ് ഇവർക്ക് ഇടിമിന്നലേറ്റിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുഴപ്പമില്ല, സ്ഥിതി ഗുരുതരമൊന്നുമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള ചികിത്സയെല്ലാം തന്നെ ഉടനെ നൽകിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. പലപ്പോഴും ഈ ഒരു മഴയുണ്ടാകുന്നതിന് മുന്നറിയിപ്പായി ശക്തമായ ഇടിമിന്നൽ പലയിടത്തും ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് തന്നെ ഇടിമിന്നൽ കേൾക്കുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ നമ്മൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് എപ്പോഴും മുന്നറിയിപ്പ് പറയുന്നതാണ്. കേരളത്തിൽ 14 ജില്ലകളിലുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതിൽ തിരുവനന്തപുരം നഗരത്തിൽ 45 മിനിറ്റിടെ ഏകദേശം 77.7 മില്ലിമീറ്റർ വരെ മഴയാണ് ലഭിച്ചത്. തമ്പാനൂരിലും വഞ്ചിയൂരിലും കഴിഞ്ഞ ദിവസം മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതിനാൽ കേരളത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സം നേരിടാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇടിമിന്നലിന്റെ ലക്ഷണങ്ങൾ ആദ്യം കണ്ടുകഴിഞ്ഞാൽ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്ന് പറയുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. തുറസായ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും തുടരരുത്. ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിന് സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിലും ജനലിലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. അത് പലപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്നതും ആണ്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധന, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം.
പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റി കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്കും ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർസ് ഘടിപ്പിക്കാം. മിന്നലാഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യം 30 സെക്കൻഡിൽ ജീവൻ രക്ഷിക്കാനുള്ള സുവർണ്ണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ അടുത്ത മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ ശക്തമായ ഇടിമിന്നൽ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മാത്രമല്ല മുന്നറിയിപ്പിൽ കൃത്യമായി ചൂട് കൂടാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. പകൽ സമയം 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് ചൂടേൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നിർജ്ജലീകരണം പോലുള്ള അസുഖങ്ങൾ ബാധിക്കാൻ ഇടയുള്ളതിനാൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ധാരാളം ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെള്ളവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. ജില്ലകളിലെല്ലാം തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള വെയിലേൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്.